നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് ചിത്രത്തിന്റെ റിവ്യൂ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ച ശിവകാർത്തികേയൻ ചിത്രം പരാശക്തി. സുധാ കൊങ്കരയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായക കൂടെയാണ് സുധാ കൊങ്കരെ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ മുതൽ ചിത്രത്തിനെ കുറിച്ച് വലിയൊരു ആകാംക്ഷ തന്നെയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ചെറിയൊരു വിവാദവും ചിത്രം നേരിടേണ്ടി വന്നു. വിജയ് അവസാനമായി അഭിനയിക്കുന്ന ജനനായകൻ എന്ന ചിത്രത്തിന് നേരെ ക്ലാഷ് റിലീസ് വെച്ചതായിരുന്നു പരാശക്തി എന്ന ചിത്രം നേരിട്ട ആദ്യത്തെ വിമർശനം. ഇതിനെതിരെ നിരവധി വിജയ് ആരാധകർ രംഗത്തെത്തുകയും സോഷ്യൽ മീഡിയയിൽ പൂരം തെറിവിളിയുടെ പൂരം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഒരു ആരാധകൻ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ വലിച്ചു കീറിയതൊക്കെ വലിയൊരു വിവാദമായി തന്നെ നമ്മൾ കണ്ടതുമാണ്. ഇന്ന് ജനുവരി 10 ചിത്രം റിലീസ് ചെയ്തു. ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഇരിതി സുട്രു, പാവൈ കൂത്ത്, സുരൈ പോട്രു തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകയാണ് സുധാ കൊങ്കരെ. മണിരത്നത്തിന്റെയും ബാലയുടെയും അസിസ്റ്റന്റായി ഇവർ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സുധാ കൊങ്കരയുടെ ചിത്രം എന്ന നിലയിൽ പരാശക്തി വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു നൽകിയിരുന്നത്. അതുകൂടാതെ ശിവകാർത്തികേയന്റെ 25ാമത്തെ ചിത്രം എന്ന ഒരു വിശേഷം കൂടി പരാശക്തി ഉണ്ടായിരുന്നു. 1960 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനെ തുടർന്നുണ്ടായ ചില പ്രക്ഷോഭങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ശിവകാർത്തികേയനാണ്. ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് ശിവകാർത്തികേയൻ സിനിമയിൽ എത്തുന്നത്. അദ്ദേഹം ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട്. ഈ സഹോദരനാവട്ടെ കോളേജിൽ പഠിക്കുന്ന വ്യക്തി കൂടെയാണ്. അങ്ങനെ ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ പ്രക്ഷോഭം നടക്കുന്നു. ഈ പ്രക്ഷോഭത്തിന് മുഖ്യധാരയിൽ നിൽക്കുന്നത് ശിവകാർത്തികേയന്റെ അനിയനായിട്ട് വേഷം ചെയ്യുന്ന അഥർവയാണ്. അങ്ങനെ ഇയാൾ നിരവധി തവണ ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയും നിരവധി സമരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. പലപ്പോഴും ശിവകാർത്തികേയൻ ഈ ഒരു സമരത്തിനൊക്കെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ എപ്പോഴും അനിയനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ നോക്ക്, അല്ലാതെ ഇങ്ങനെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ മോശമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബ്രദറായിട്ടാണ് ശിവകാർത്തികേയൻ ആദ്യ ഭാഗത്ത് സിനിമയിലെത്തുന്നത്. പിന്നീട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കും. വളരെ ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾക്ക് സർക്കാർ നൽകുന്ന ഒരു ഉത്തരവ് എന്ന് പറയുന്നത് സമരക്കാരെയൊക്കെ അടിച്ചമർത്തുക, കൂടുതലായിട്ട് ശല്യം ചെയ്യുന്ന ആളുകളെയൊക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു ഉത്തരവാണ് കിട്ടുന്നത്. അങ്ങനെ ആ ക്രൂരനായ പോലീസുകാരനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ജയൻ രവിയാണ്. എടുത്തു പറയാലോ, നല്ലൊരു കഥാപാത്രം തന്നെയാണ് ജയൻ രവി. ഇതുവരെ ചെയ്തു വെച്ച നായക കഥാപാത്രങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് മികച്ച ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് വിജയ് ജയൻ രവി ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇതുകൂടാതെ ശിവകാർത്തികേയനാണ് നായകവേഷം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ശിവകാർത്തികേയന്റെ അനിയനായിട്ട് വേഷം ചെയ്തിരിക്കുന്നത് അഥർവയാണ്. വളരെ കുറച്ച് സീനിലെ അഥർവ ഉള്ളൂ എന്ന് കൂടി അഥർവയുടെ സീനുകളൊക്കെ തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവകാർത്തികേയനും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ്. അദ്ദേഹം മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറയും പോലെ നടന്ന ഒരു കഥയാണല്ലോ, 1964 തമിഴ്നാട്ടിൽ നടന്ന ഒരു കഥ തന്നെ ആയതുകൊണ്ട് അതിന് നമ്മൾ സിനിമയാക്കി മാറ്റുന്ന സമയത്ത് കുറെ പരിമിതികളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ സിനിമയെ ഒരു എന്താ പറയുക, ഒരു മസാല എന്റർടൈനർ കൂടി ആക്കി കഴിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ വിജയിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊരു നായികയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നായിക എപ്പോഴും നായകന്റെ കൂടെ നടന്ന് നായകനെ പ്രണയിക്കാൻ ശ്രമിക്കുന്ന ഒരു നായിക. ഈ ഒരു വേഷം ചെയ്തിരിക്കുന്നത് ശ്രീലീലയാണ്. ശ്രീലീലയുടെ ആദ്യത്തെ തമിഴ് ചിത്രം കൂടെയാണിത്. സ്വന്തം ശബ്ദത്തിൽ തന്നെയാണ് ശ്രീലീല ഈ ഒരു ചിത്രത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത്. ശ്രീലീലയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടിപ്പിക്കൽ തെലുങ്ക് ഹീറോയിൻ അതിനെ വേരോടെ പറിച്ച് തമിഴിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം നല്ലൊരു കഥാപാത്രം ഒന്നല്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ മാത്രം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. ഈ ഒരു സിനിമ ആദ്യം തീരുമാനിച്ചിരുന്നത് നമ്മുടെ ശിവകാർത്തികേയന് പകരം സൂര്യയെയും അഥർവയ്ക്ക് പകരം ദുൽഖർ സൽമാനെ വെച്ചിട്ടായിരുന്നു ഈ ഒരു സിനിമ ആദ്യം തീരുമാനിച്ചിരുന്നത്.
പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് സൂര്യ ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറി. അതുപോലെ തന്നെ ദുൽഖറും സിനിമയിൽ നിന്ന് പിന്മാറി. നസ്രിയായിരുന്നു നായികയായിട്ട് എത്തേണ്ടിയിരുന്നത്. അങ്ങനെ ഇവരൊക്കെ ഈ സിനിമയിൽ നിന്ന് പിന്മാറി. പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി സുധാ കൊങ്കരെ പിന്നെ ശിവകാർത്തികേയനെ സമീപിക്കുകയും ശിവകാർത്തികേയനാണ് ഈ ഒരു സിനിമ പിന്നെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സിനിമയാണ്. അതിൽ പരം ഒന്നുമില്ല. തിരക്കഥയൊക്കെ പല സ്ഥലത്തും പാളിപ്പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, സിനിമയുടെ ആദ്യ പോസ്റ്റർ മുതൽ സിനിമയെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം വലിയൊരു കാസ്റ്റിംഗിൽ വരുന്ന ഒരു സിനിമ. പക്ഷെ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് സിനിമയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു 2.5 മണിക്കൂർ സിനിമയുടെ ഷോർട്ടായിട്ട് കാണിക്കുന്ന ഭാഗമാണ് ട്രെയിലർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു 2 മിനിറ്റുള്ള ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സിനിമ കണ്ട ഫീൽ ആയിരുന്നു. കാരണം ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞതുപോലെയുള്ള ഒരു ഫീലായിട്ടാണ് പല സമയത്തും ട്രെയിലർ തോന്നിയിരുന്നത്. അതുപോലെ തന്നെയാണ് സിനിമയും. സിനിമ സംഭവം 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ എങ്കിലും സിനിമ കുറേ സ്ഥലത്ത് വലിച്ചു നീട്ടുന്നതായിട്ടുള്ള ഒരു ഒരു ഇത് നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് നിരാശ തന്നെയായിട്ടുള്ള ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പിന്നെ ശിവകാർത്തികേയന്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവകാർത്തികേയൻ നല്ല രീതിയിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത ഒരു കോമാളി കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒന്നാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ലവനായിട്ടുള്ള ഒരു ഉണ്ണിയാണ്, കുടുംബം നോക്കുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഒന്നാം ഭാഗത്തിൽ. പിന്നീട് സിനിമ ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് സിനിമ അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ശിവകാർത്തികേയൻ മറ്റൊരു വേഷത്തിലേക്ക് മാറുകയാണ്. അദ്ദേഹം കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കുകയും പിന്നെ ഇതിന്റെ ഒരു ഭാഗമാകുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് ഈ സിനിമ അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ സിനിമയുടെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സംവിധാനം കുഴപ്പമില്ല. സുധാ കൊങ്കരന്റെ സിനിമകൾ നിങ്ങൾക്ക് അറിയാലോ, അത് ഏതൊരു ജേണറിലാണ് പോകുന്നത്, എങ്ങനെയായിരിക്കും സുധാ കൊങ്കര സിനിമയെ സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മുൻകാല സിനിമകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ബിജിഎമ്മും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ജി.വി. പ്രകാശാണ് ഇതിന്റെ ബിജിഎമ്മും സംഗീതവും കാര്യങ്ങളൊക്കെ ചെയ്തത്. ജിവിന്റെ സംഗീതവും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്ന ഗണത്തിൽ മാത്രമേ നമുക്ക് പരാശക്തിയെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഒരു ശക്തി നിറഞ്ഞൊരു പരാശക്തിയൊന്നല്ല, ഒരു ആവറേജ് ശക്തിയുള്ള ഒരു പരാശക്തി. നമ്മുടെ വിജയ് അവസാനമായിട്ട് അഭിനയിക്കാൻ പോകുന്ന ജനനായകനോട് ക്ലാഷ് വെച്ച് അതിനെ തോൽപ്പിക്കാൻ മാത്രം ശക്തിയൊന്നും സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പ് ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ശക്തമായ തിരക്കഥ ഉണ്ടെങ്കിൽ സിനിമ എപ്പോഴും ഓടുമെന്നുള്ള കാര്യം. അപ്പോൾ അവിടെ പാളിപ്പോയ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ 1964 ഒരു നടന്ന സംഭവത്തെ സിനിമയാക്കി മാറ്റുമ്പോൾ നേരിടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമിതമായ ചില സെന്റിമെന്റൽ സീനുകളും ആവശ്യമില്ലാത്തതാട്ടോ, അമിതമായിട്ടുള്ള ആവശ്യമില്ലാത്ത ചില സീനുകളും അങ്ങനത്തെ ഇതൊക്കെ ഇതിലുണ്ട്. ഇപ്പൊ സുരൈ പോട്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലും അത്തരത്തിലുള്ള രംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കൂടുതൽ മികച്ചതാവാൻ കാരണം എന്ന് പറയുന്നത് അതിൽ സൂര്യയും ഉർവശിയും ആ രംഗങ്ങളെയൊക്കെ വളരെ തന്മയത്വത്തോട് കൂടിയിട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ് ആ ഒരു സിനിമ അത്രയും മികച്ചു നിൽക്കുന്നത്. പക്ഷെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അത്രത്തോളമുള്ള രംഗങ്ങളൊന്നും ശിവകാർത്തികേയന് അങ്ങനെ അങ്ങോട്ട് പൊലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ അഥർവേന്റെ ക്യാരക്ടർ വളരെ മികച്ചൊരു ക്യാരക്ടറായിരുന്നു. അഥർവ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് എത്തിയപ്പോൾ അഥർവ അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ ഒരു 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 മാസ് കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല വൃത്തിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളത്തിലെ ബേസിൽ ജോസഫ് ഒരു ചെറിയൊരു ക്യാമിയോ വേഷത്തിൽ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. കൊള്ളാം. ബേസിലിന്റെ ഒരു തമിഴ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബേസിൽ തമിഴ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് മോശമില്ലാത്തൊരു പ്രകടനം തന്നെയായിരുന്നു ബേസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ പോയ തിയേറ്ററിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ശിവകാർത്തികേയൻ ആരാധകരൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഒരു 15-20 അത്രത്തോളം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, എന്നിട്ട് അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ബോറടിക്കാതെ കണ്ട് ഒറ്റ തവണ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ആദ്യമേ പറയാം, ഒരു ചരിത്ര കഥയായതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സിനിമ മുന്നോട്ട് പോകണമെന്നില്ല. ചില സ്ഥലത്തൊക്കെ എഞ്ഞു നീങ്ങുന്നത് പോലെയുണ്ട്. ഒരു ചരിത്ര സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മികച്ചൊരു സിനിമ തന്നെയാണ് പരാശക്തി.